ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. റീഡിംഗ് കാർഡുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാനും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ വല്ലാത്ത വിഷമത്തിലാണെന്നാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ആൻഷ്യസ് ആണ്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് ഈ ഒരു സമയത്ത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. കുറേയധികം ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളെ സെപ്പറേഷനിലാക്കിയിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇതൊരു ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളും ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർക്കാനുള്ള വ്യക്തികളാണ്. അപ്പോൾ യൂണിവേഴ്സിന്റെ സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. അത്രയും ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അത്രയും ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനും ഒരിക്കലും അങ്ങ് തുടർന്ന് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്കോ ഒരു സിറ്റുവേഷനോ കാര്യങ്ങൾക്കോ ഒന്നും നിങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അത് നിങ്ങൾക്ക് തന്നെ പലതവണ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകണം. നിങ്ങളുടെ ഒരു പേഴ്സണും അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരു കാരണങ്ങളും കൊണ്ട് നിങ്ങളെ വിട്ടുപിരിയാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാം ഉപേക്ഷിക്കണം, മുന്നോട്ട് പോകണം, ലൈഫിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അതായത് പല പ്രശ്നങ്ങളും വരികയും അല്ലെങ്കിൽ അവർ ഒരു മാതിരി സംസാരിക്കുകയും അതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്കൊക്കെ പോവുകയും ചിലപ്പോൾ സെപ്പറേഷനിലേക്ക് വരെ പോയിട്ട് പിന്നെയും തിരിച്ചതിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫെഡപ്പ് ആയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇത് വിട്ടിട്ട് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ വരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല, ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് കൂടുതൽ സമയത്ത്. പക്ഷെ അവര് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അവരും അതുപോലെ തന്നെ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി, ഇന്നർ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരുപാട് നാളായിട്ട് ഈ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ ഇതൊരു സെപ്പറേഷൻ്റെ വക്കിൽ വരെ എത്തി, അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോയിട്ട് പിന്നെ റീയൂണിയനിൽ വരികയും പിന്നെ ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആരോ ഒരാൾ സ്പിരിച്വൽ വേയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നത്. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ അത് വളരെ ബാരിയർ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്.
നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയിൽ നിന്നും ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാനിടയാവുന്നു, ഒരു സന്തോഷ വാർത്ത കേൾക്കാനിടയാവുന്നു എന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നു എന്നാണ് കാണുന്നത്. മേ ബി ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു നല്ല മെസ്സേജ് ആയിരിക്കാം. നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ആ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നോ നാളെയോ ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോള് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് അത്രയും അധികം സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങൾ കേൾക്കാൻ ഇടയാകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ആ ഒരു മിറാക്കിൾ തന്നെയാണ്. നിങ്ങളൊരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നത് വളരെയധികം വ്യക്തമാണ് ഇവിടെ. ഇപ്പോൾ മറ്റു വ്യക്തികളെ കുറിച്ചോ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചോ ഒന്നും ഈ വ്യക്തി ചിന്തിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും ആ വ്യക്തി അത് കെയർ ചെയ്യുന്നുമില്ല. നിങ്ങളിലേക്ക് തിരികെ വരാൻ തന്നെ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. അത്രയും ഒരു പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ എത്രയും കാലം സ്ട്രഗിൾ ചെയ്തിരുന്ന കാര്യത്തിന് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, അതൊരു റീയൂണിയനിലേക്ക് വരുന്നു എന്ന് ഞാൻ ഒരു ഊഹത്തിൻ്റെ ഇതിൽ പറയുന്നതാണ്. പക്ഷേ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കാം, പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ ചിലരുടെ വീടുകളിൽ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒത്തിരി അല്ലെങ്കിൽ ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം എന്ത് തന്നെ ഒരു കാരണങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുന്നു. അപ്പോൾ ഒരു സന്തോഷം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. സോ നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അത്രത്തോളം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. സോ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്നെടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് എന്താണ് പറയുന്നത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ആരെയാണ് കിട്ടിയിട്ടുണ്ട്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് പേഴ്സൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സമയത്ത് ഓക്കെ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഐ വിൽ കം ബാക്ക് ടു യു. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐ നോ ഐ ഹേർട്ട് യു. യെസ്, അവർക്കറിയാം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്കറിയാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് തേർഡ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. അവർ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് അവർ മെസ്സേജ് ചെയ്യും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവർ മെസ്സേജ് അയക്കും എന്നാണ് പറയുന്നത്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവരെ ഒരു പ്രതീക്ഷയുള്ള മനുഷ്യനാക്കി മാറ്റിയത് എന്ന് അവർ പറയുന്നു. ദിസ് ടൈം ഐ ആം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ റെഡിയല്ല, കുറച്ച് സമയം അവർക്ക് കൊടുക്കാനാണ് അവർ പറയുന്നത്. ഐ കനോട്ട് സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ. ഓക്കെ, അവർക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു സെപ്പറേഷൻ കാരണം. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നു ഈ ഒരു സമയത്ത്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. യെസ്, നീ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ശൂന്യത മാത്രമാണ്. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു സമയത്ത് വളരെ ഹാർഡായിട്ടുള്ള ലെസൺസ് പാഠങ്ങളൊക്കെ പഠിച്ച് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അവർക്ക് ഒത്തിരി ചേഞ്ചസ് വന്നു എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 1988 എന്ന് പറയുന്നൊരു വർഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 22 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാറ്റു ആർട്ടൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കാൻ. ഇല്ലെങ്കിൽ ടാറ്റു ആർട്ട് നിങ്ങളുടെ കൈകളിലും കാലുകളിലൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. ലെറ്റർ എ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ പി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. യെല്ലോ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ യെല്ലോ കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. വിത്തിൻ 72 hours വീണ്ടും നമുക്കൊരു പോസിബിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റും നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. മാർച്ച് മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1978 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 639 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഡ്രോയിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ നല്ല ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഒരു ഏഞ്ചൽ നമ്പർ. ചിലപ്പോൾ നിങ്ങൾ 222 അല്ലെങ്കിൽ 22 222 ഇതൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ലക്കിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.